എടാ രാജേഷേ ഇതെന്തൊരു ചൂടാടെ പണിക്ക് വരെ പോകാൻ പറ്റത്തില്ല കേട്ടാ. എല്ലേ നിങ്ങൾ സ്ഥിരം പണിക്കോ നാളേറ്റാ ഇവിടെ പട്ടാളം വരുന്ന ഓ ഹലോ പട്ടാളോ, ഇന്ന് പറയാൻ കഥയൊന്നുമില്ലേ? ആ വന്നിരിക്കപ്പോ. കഥയുണ്ടടാ. നമ്മൾ പട്ടാളക്കാർക്ക് പറയാൻ ഒരുപാട് കഥയുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളൊരു യുദ്ധത്തിന്റെ കഥ പറ, നമ്മൾ കേൾക്കട്ടെ. എടാ, യുദ്ധം പോർക്കളത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. ആയുധം ശേഖരിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും ഒരു യുദ്ധമാണ്. പടക്കളത്തിൽ ഇറങ്ങാൻ നടത്തുന്ന മനസ്സൊരുക്കം പോലും യുദ്ധമാണ്. എല്ലപ്പ ഞമ്മളത് വെറുതെ പറഞ്ഞാന്ന്. ട്രെയിനിങ് കഴിഞ്ഞ് ആയുധം എടുത്തു തുടങ്ങിയാൽ തോക്കിനോടൊപ്പം തോളിലേറ്റുന്ന ശ്രദ്ധയുടെ ആ ശരീരഭാഷ, ആയുധം തിരിച്ചു കൊടുത്ത് പോകും വരെ ഓരോ പട്ടാളക്കാരൻ്റെയും കൂടെ കാണും. ചിലരാകട്ടെ റിട്ടയർമെന്റ് ആയാലും അത് കുടഞ്ഞു കളയാൻ മറന്നുപോകും. അങ്ങനെ ഉള്ളവരെയാണ് നിങ്ങൾ ഈ പരിഹസിക്കുന്നത്. അത് നിങ്ങൾ വിട്ടാളപ്പാ, അത് നമ്മൾ വെറുതെ പറഞ്ഞല്ലേ. വെറുതെ പോയിട്ട് ഒരു നേരം പോക്കിന് പോലും പറയാൻ പാടില്ല. നമ്മളെ പോലുള്ളവർ രാത്രി ഉറങ്ങാതെ കാവലിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ സുഖമായി കിടന്നുറങ്ങുന്നത്. അത് മറക്കണ്ട. എടാ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല പട്ടാളം. പട്ടാളം അതൊരു സംഭവം.